കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സന്ദർശന ഫീസ് വർധനയിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. 10 രൂപയായിരുന്ന സന്ദർശന ഫീസ് ഒറ്റയടിക്ക് 50 രൂപയാക്കിയെന്നാണ് ആരോപണം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. രതീഷ് വാസുദേവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, 10 രൂപയിൽ നിന്ന് 50 രൂപയാക്കി എപ്പോഴാണ് ഈ ഫീസ് മാറ്റിയത്? ഇപ്പോൾ ഈ പ്രതിഷേധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പോലീസിനായോ? ബിനിൽ, തീർച്ചയായും ഇത് കോവിഡിന് മുമ്പ് ആണ് ഇതിൻ്റെ ഒരു ഫീസ് വർധന 5 രൂപയിൽ നിന്ന് 10 രൂപയാക്കി നിലവിലുണ്ടായിരുന്നത്. പിന്നീട് കോവിഡിന് ശേഷം ഈ സന്ദർശകരെ മെഡിക്കൽ കോളേജിൽ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ കൃത്യമായ നിയന്ത്രണങ്ങളോടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10 രൂപ നിലവിലുണ്ടായിരുന്ന സന്ദർശക ഫീസ് 10 രൂപയാണ് 50 രൂപയായി കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് യുവമോർച്ച പ്രതിഷേധവുമായി ഇന്ന് എത്തിയത്. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിനെ അടക്കം യുവമോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റുമായ പ്രകാശ് ബാബുവിനെ അടക്കം ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അവർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. തുടർന്ന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ട മലബാറിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ നിരവധി ആളുകൾ രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നിരവധി സന്ദർശകരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാധാരണക്കാരാണ് ഈ ആശുപത്രിയെ, ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഭൂരിഭാഗം പേരും. അവരിൽ നിന്നൊക്കെ ഇത്തരത്തിൽ സന്ദർശകർ എന്ന നിലയിൽ ഫീസ് വർദ്ധിപ്പിച്ച സാഹചര്യം വലിയ തരത്തിൽ പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. ഏതായാലും BJP ഇതിൽ തുടർ സമരമായി ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകളൊക്കെ തന്നെ സമരത്തിൻ്റെ തുടർ സമരങ്ങളുമായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അടക്കം ഉള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടർ സമരമാണ്. കാരണം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു മൃഗീയമായിട്ടുള്ള വർധനവാണ്. 10 രൂപ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പ്രവേശന പാസിൻ്റെ നിരക്ക് ഇന്ന് 50 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. ഇത് ഒരു വിൽപ്പന ചരക്ക്, ഒരു കച്ചവട ചരക്കാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മാറ്റുക. ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇതല്ലേ. ഇവിടെ ഒരാൾ വന്നാൽ ഇൻഷുറൻസ് കിട്ടില്ല. പോയ ഒരാളോട് നിങ്ങൾ ഇന്നൊരു വാർഡിൽ കയറി പോയാൽ ഇൻഷുറൻസ് 2-3 ലക്ഷം രൂപ ഇവിടെ പണം അടച്ചിട്ടേ അവരിവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നുള്ളൂ.